എഴുതിയിരിക്കുന്നത്. അവരസംഖ്യമാണെന്ന് എഴുതിയിരിക്കുന്നത്. ഒരു ദൂതനാണ് ഒരു ചെങ്ങലയുമായി വന്ന്, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുക, അനന്തര യഹോവയുടെ ദൂതൻ ഒരു ചെങ്ങലയുമായി വന്ന് പിശാചിനെ ബന്ധിച്ച് തീപ്പൊയ്കയിൽ ഇട്ടെന്നാണ്. only one angel. എന്നാൽ ബൈബിൾ പറയുന്നു ദൂതന്മാർക്കോ, വേർഡ് 38, ദൂതന്മാർക്കോ, ദൂതന്മാരെന്നല്ല പറഞ്ഞ, ദൂതന്മാർക്കോ, സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരും കൂടെ നിങ്ങളെ പിടിച്ചു വലിച്ചാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ഇളകത്തില്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ ശക്തി എന്തുവാ? പവർഫുൾ. ദൂതന്മാർ ശക്തിയുള്ളവരാണ്. ആണോ? കേട്ടിട്ട് എന്ത് തോന്നുന്നു? ആണോ? ബൈബിൾ പറയുന്നു സ്വർഗത്തിലെ മുഴുവൻ ദൂതന്മാരും, അസംഖ്യമായ ദൂതന്മാരും കൂടെ ചേർന്ന് നിങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് പിടിച്ചു വലിച്ചാലും ആ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ഇളകി വരത്തില്ലെങ്കിൽ, ദൂതന്മാർക്ക് ഇളക്കാൻ പറ്റാത്ത സ്നേഹമാണ് ഞാനും എൻ്റെ ദൈവമായിട്ടുള്ളതെങ്കിൽ ആ സ്നേഹത്തിന്റെ ശക്തി എന്താ? അത് അനുഭവിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈകൾ അടിച്ച് കർത്താവ്, അത് അനുഭവിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ, പുത്രൻ അഭിഷിക്തനാണ്, ദൂതന്മാർ അഭിഷിക്തരല്ല. യേശുക്രിസ്തു ഭരണാധിപനാണ്, ദൂതന്മാർ പ്രജകളാണ്. യേശുക്രിസ്തു മെസ്സേജ് ആണ്, ഏഞ്ചൽസ് മെസ്സഞ്ചേഴ്സ് ആണ്. മെസ്സേജ് യേശുവാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മെസ്സേജ്, ബട്ട് ഏഞ്ചൽസ് ആർ മെസ്സഞ്ചേഴ്സ്. രാപ്പകൽ അവന്റെ ദൂതന്മാർ അവനെ ആരാധിക്കുന്നു. പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുന്നു. ഇന്ന് ഈ പകലിലും ഈ ഇരിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തി, ഒന്ന് എഴുന്നേറ്റ് നിന്ന ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധനെ